കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രം. 27 നാളുകളിൽ അസുരഗണത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രം കർക്കിടകക്കൂറിലാണ് ജന്മം വന്നിരിക്കുന്നത്. ജന്മരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകക്കൂറാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് നമുക്ക് ഇന്നൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയാണ് ആയില്യ നക്ഷത്രത്തിന് പൊതുവായിട്ട് ഉള്ള ആൾക്കാർക്കുള്ള സവിശേഷതകളും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം. ഒരു കഠിന ഹൃദയരാണ് ആയില്യ നക്ഷത്രം. കഠിന ഹൃദയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും, ഏത് ദുഃഖത്തെയും, ഏത് പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ വരുന്ന കാര്യങ്ങളെ തരണം ചെയ്തു പോകാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും ഭൂരിപക്ഷ ആൾക്കാർ ആയില്യ നക്ഷത്രക്കാർ. എന്തിനേയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ കഴിവുള്ള നക്ഷത്രമെന്ന് വേണമെങ്കിലും പറയാം. എന്തിനേയും സഹിക്കുകയും ക്ഷമിക്കുകയും, ഒരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ പെട്ടെന്ന് നമ്മൾ, ചില ആൾക്കാരാണ് പെട്ടെന്ന് തളർന്നു പോകും. ഇത് ഫ്യൂച്ചറിലാണെങ്കിൽ അത് ഒരു തളരാത്ത ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രക്കാരാണ് ആയില്യ നക്ഷത്രം. വാക്ചാതുര്യമുള്ള ആൾക്കാരുമാണ് ആയില്യ നക്ഷത്രക്കാർ. ഏത് മേഖലകളിൽ പ്രവർത്തിക്കുകയാണെങ്കിലും വാക്കുകൊണ്ട് ജനങ്ങളെയും ആൾക്കാരെയും മറ്റു കാര്യങ്ങളെയും വശ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ആയില്യ നക്ഷത്രം. ആയില്യ നക്ഷത്രത്തിൻ്റെ മൃഗമായിട്ട് വരുന്നത് നാഗമാണ്. അപ്പോൾ ആ നാഗം എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, പാമ്പാണ്. ആയില്യ നക്ഷത്രം പൊതുവെ പറയുന്ന അയൽ ദോഷിയാണെന്നൊക്കെയാണ്. അതൊക്കെ ചുമ്മാതെ പറയുന്നതല്ല, കാര്യമുണ്ട്. എങ്കിൽ തന്നെയും ചില ആയില്യ നക്ഷത്രക്കാർ ചില ദിക്കുകളിൽ താമസിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ദോഷവും മറ്റു കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുക. അത് അവരുടെ കുഴപ്പമല്ല. ഈശ്വര ജന്മം തന്നിരിക്കുന്നതാണ്. ആയില്യ നക്ഷത്രം ആണെന്നും പറഞ്ഞ് നമ്മളാരും ജനിക്കുന്നില്ല. പക്ഷേങ്കിൽ ആ ആയില്യ നക്ഷത്രത്തിന് പരിഹാരമായിട്ട് മറ്റു പല പരിഹാരങ്ങളും അടുത്തുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അയൽക്കാരിൽ നിന്നുള്ള ശത്രുതാവസ്ഥ പിടിച്ചു പറ്റുന്ന ഒരു നക്ഷത്രം കൂടാണ് ആയില്യ നക്ഷത്രം. ചഞ്ചല ചിത്താഗതിക്കാരാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലക്ഷ്യത്തിലെത്താനായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് എപ്പോഴും മനസ്സിനെ അലട്ടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ആയില്യ നക്ഷത്രങ്ങൾ. നാളെ എന്താവും, അല്ലെ മറ്റന്നാൾ എന്താവും, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആൾക്കാരാണെങ്കിൽ നാളെ എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും, അല്ലെ വീട് ഗൃഹം ഒന്നും ഇല്ലാത്തവർ എനിക്ക് വീടുണ്ടാവുമോ, അല്ലെ അങ്ങനെയുള്ളൊരു ചാഞ്ചല്യം, ഒരു ചപലതയോട് കൂടിയ ഉടയോര കൂടിയായിരിക്കും ഈ ആയില്യ നക്ഷത്രക്കാർ. പെട്ടെന്ന് ചില ആൾക്കാരെ സമ്പാദിപ്പിക്കാൻ ഇവർ എളുപ്പമാണ്. പെട്ടെന്ന് ആൾക്കാരെ സഹായികളാകാനും എളുപ്പമാണ്. എന്തെങ്കിലും ഒരു ദോഷമായിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യം പെട്ടെന്ന് ചെയ്തു തീർത്ത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും വശ്യത പിടിച്ചു പറ്റാനും കഴിവുള്ള ആൾക്കാരാണ് ഈ ആയില്യ നക്ഷത്രക്കാരെന്ന് വേണം പറയാനായിട്ട്. ഗൂഢബുദ്ധിയുള്ള ആൾക്കാരാണ്. ഗൂഢമായിട്ടുള്ള ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലങ്ങളെ ഉണ്ടാവുള്ളൂ എന്നുള്ള അറിയുന്നതായിട്ടുള്ള ഒരു സ്വഭാവക്കാരോടാണ് ആയില്യ നക്ഷത്രക്കാർ. ആയില്യ നക്ഷത്രക്കാർ രോഗദുരിതങ്ങളെ കൊണ്ട് അലട്ടുന്ന ആയില്യ നക്ഷത്രക്കാരും ഒരു പരിധി വരെ ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. അതും ഉദര രോഗങ്ങളും നെഞ്ച് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കണ്ഠ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാവസ്ഥ. ആ രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും ശരീരത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവരും ഭക്ഷണപ്രിയരും ഏത് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവരും ഒരല്പം അസൂയയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളവരും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ല ഭാവി ജീവിതം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൊണ്ടാണ്. നല്ല വിദ്യാഗുണം ഉണ്ടാകുന്നത്. അതുപോലെ സർക്കാർ ജോലിക്ക് ഏറ്റവും ഉത്തമമായ ഒരു നക്ഷത്രം കൂടെ. കൂടുതൽ പരിശ്രമിക്കുകയും കൂടുതൽ വിദ്യ ചെയ്തു കഴിഞ്ഞാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി കിട്ടാനും അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുതൽ നമുക്ക് അനുഭവിക്കാനും അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിയെങ്കിലും കിട്ടാനും സാധ്യതയുള്ള അവസ്ഥയാണ്. ഇവരുടെ മധ്യകാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം സംഭവിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഒന്നീ സന്താനങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ ഭർത്താവ് നിമിത്തമോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഈ മധ്യവയസ്കയായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർക്കും ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ അടിക്കടിക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ്. 35 വയസ്സ് വരെ സാമാന്യ ശുക്രദശയാണ് എങ്കിൽ തന്നെ ശുക്രൻ വലിയ ഫലങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യതാവസ്ഥ കുറവാണ്. എങ്കിൽ തന്നെയും ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുകയാണെങ്കിലോ മീനൻ രാശിയിൽ വല്ലതും നിൽക്കുകയാണെങ്കിലോ ഉച്ച സൽഗ്രഹങ്ങളുമായിട്ട് നിൽക്കുകയാണോ ശുക്രനെ ബന്ധുഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യുക
ചെയ്യുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ തന്നെ. ശുക്രദശയിൽ 35 വയസ്സിനുള്ള വീട്, വാഹനം, വസ്ത്ര, ആഡംബര സാധനം ഇതൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ആയില്യ നക്ഷത്രം. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമായി കഴിയുമ്പോൾ നാഗങ്ങളെ പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് തന്നെയല്ല, ആയില്യ നക്ഷത്രക്കാർ സ്വപ്നങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കാണുന്ന യാഥാർത്ഥ്യമായിട്ട് വരുന്ന ഒരു എല്ലാവരും ഇല്ല എങ്കിൽ തന്നെ ചില നക്ഷത്രക്കാർ സ്വപ്നങ്ങൾ മറ്റു കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മുൻകൂട്ടി അറിയാൻ കഴിവുള്ള ഒരു നക്ഷത്രം കൂടാണ് ആയില്യ നക്ഷത്രം. ദേവചിന്തകളിലും ദേവാലയ ദർശനത്തിലും മാന്ത്രിക ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടുതൽ താല്പര്യമുള്ള അവസ്ഥയിലുള്ള നക്ഷത്രമാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എഴുത്തുകുത്തുകൾ എന്ന് വെച്ചാൽ കവിത തന്നെയല്ല, ആധാരമെഴുത്തുമാകാം, എഴുത്തുകുത്തു സംബന്ധമായിട്ടുള്ള ചില പേന പിടിച്ച് നമ്മൾ എഴുതുന്നതായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുകയും അതിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. രോഗദുരിതങ്ങളും കുടുംബജീവിതത്തിലും പതർച്ചയില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില നോക്കി ആ ഗ്രഹനിലയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന് നോക്കി നല്ലൊരു ഉത്തമമായിട്ടുള്ള ജ്യോത്സ്യനെ കൊണ്ട് കവടി വെച്ച് നോക്കി അതിൽ നിന്നും കാണുന്നതായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ദീർഘായുസുള്ള ഒരു നക്ഷത്രമാണ്. ആയുസ് കൂടുതലുള്ള ഒരു നക്ഷത്രമാണ്. എന്തിനേയും തരണം ചെയ്തു പോകുന്ന, ഏതൊരു കാര്യത്തിനെയും തരണം ചെയ്തു പോകാനായിട്ട് പ്രാഗൽഭ്യം കാണിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ്. പരോപകാരിയായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ആയില്യ നക്ഷത്രം. അപ്പോൾ പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയില്യ നക്ഷത്രത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ സാധ്യത വളരെയേറെയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.